ഞാൻ പലപ്പോഴും കരുതാറുണ്ട്, ഒരു സിനിമാ നടനായി കഴിഞ്ഞാൽ പിന്നെ എന്ത് അടിപൊളിയാണ് അല്ലേ എന്ന്. ഇഷ്ടം പോലെ പണം, പ്രശസ്തി, കാറ്, ബംഗ്ലാവ്, എസ്റ്റേറ്റ്, അങ്ങനെ. ശരിയാണ്, ഈ പറഞ്ഞതൊക്കെയും ഇതിനേക്കാൾ ഉപരി നമ്മൾ സാധാരണക്കാരെ രസിപ്പിക്കാൻ വേണ്ടി ചമയം കെട്ടുന്ന ഒരു ജോലിയാണ് അവരുടേതെങ്കിലും സമൂഹത്തിൽ ഒരു ഉന്നത സ്ഥാനവും അവർക്ക് നൽകപ്പെടുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിനകത്ത് നിലനിന്നു പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പം കാര്യമാണോ? ഈ പൃഥ്വിരാജ്, ദുൽഖർ, ഫഹദ് എന്നിവരെ പറ്റി പറയുമ്പോൾ അവരെ ഇഷ്ടമില്ലാത്ത ആളുകൾ നെപ്പോ കിഡ്സ് എന്ന വാക്ക് ഉപയോഗിച്ച് അവരെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമെങ്കിലും ജസ്റ്റ് നെപ്പോട്ടിസം അലോൺ ഡസന്റ് പ്രോമിസ് എനിത്തിങ് ടു എനിവൺ, അറ്റ്ലീസ്റ്റ് ഇൻ മോളിവുഡ്. അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് മലയാള സിനിമയിലെ തലതൊട്ടപ്പനായിരുന്ന പ്രേം നസീറിന്റെ മകൻ മുതൽ സോമന്റെയും മുകേഷിന്റെയും മണിയമ്പിള്ള രാജുവിന്റെയും ഒക്കെ മക്കൾ. സോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ കുറെ കാലം റെലവെന്റായി നിൽക്കുക, അങ്ങനെ നിൽക്കാൻ പാകത്തിൽ, അതായത് ആളുകളുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെടാൻ പാകത്തിലുള്ള കഥകൾ കിട്ടുക, തന്നെ വെച്ച് നിരന്തരം സിനിമയെടുക്കുന്ന എഴുത്തുകാരനെയും സംവിധായകനെയും കിട്ടുക, എല്ലാത്തിനുമുപരി പ്രേക്ഷകർ ഇയാളെ വീണ്ടും വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുക, ഇതൊക്കെ ഈ പറഞ്ഞത് അത്രയും ഒരുതരം ഭാഗ്യം കൂടിയാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ കഥ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു, ദൗർഭാഗ്യകരവുമായിരുന്നു.